ഇപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. മോൾക്ക് സിക്കാണ്, വോമിറ്റിംഗ് ആണ്. പെട്ടെന്ന് അൺയൂഷ്വൽ ആയിട്ടാണ് മോൾക്ക് വോമിറ്റിംഗ് വരുന്നത്. ഭയങ്കര സെക്രീഷൻസ് ഉണ്ടായിരുന്നു, അതായത് കുറുകുറുപ്പ് ഉണ്ടായിരുന്നു. അവൾ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 4 times 4 പ്രാവശ്യം വോമിറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി അങ്ങ് ഡൗൺ ആയി. അപ്പം ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ പാരൻസ് എപ്പോഴും ഒരു പാനിക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഓരോ ഡേയും നമ്മളെ കുട്ടിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതിൽ ഒരു ആൻസൈറ്റി ഇതുപോലത്തെ എല്ലാ പാരൻസിനും ഇല്ല കാര്യമാണ്. ഞാൻ ഈ ഇത്രയും കാലം, മോക്ക് 5.5 വയസ്സായി. ഈ ഒക്ടോബർ വരുന്ന സമയത്ത് 6 വയസ്സ് തുടങ്ങുകയാണ്. അപ്പം ഇത്രയും വർഷങ്ങളിലായിട്ടും ഞാൻ ഇവളായിരുന്നു എൻ്റെ ലോകം. ഇവൾ മാത്രമായിരുന്നു. ഇവൾ ചുമച്ചാൽ അല്ലെങ്കിൽ ഇവൾ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ, ഇവക്ക് പനി വന്നു കഴിഞ്ഞാൽ, ഇനി വാട്ടെവർ എന്ത് ഇവക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പാട് പാനിക്കായി തലയിറങ്ങി വീഴും. കാരണം ഇവളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു ഉമ്മ ആയിരുന്നു ഞാൻ. അപ്പം ഇതെൻ്റെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എനക്കോ അല്ലെങ്കിൽ ശാസ്ത്രത്തിനോ ഇനി എൻ്റെ മകളിലോ ഒന്നും ചെയ്യാനില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി തുടങ്ങിയിട്ട് വളരെ ചുരുങ്ങിയ നാളുകളെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കണം, മിറാക്കിൾ സംഭവിക്കണം. നമ്മൾ വിശ്വസിക്കുന്ന, ഏത് മതത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ മതത്തിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ എല്ലാ രീതിയിലും നമ്മുടെ കുട്ടീനെ അതിലേക്ക് അർപ്പിക്കുക. എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കണമെങ്കിൽ നമുക്കത് നമ്മുടെ ഗോഡ് കാരണം മാത്രമേ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത്രയും മെൻ്റൽ സ്ട്രെങ്തനിങ് നമ്മൾ നേടിയെടുക്കുക. അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ കംപ്ലീറ്റ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മകളെ സെറ്റ് ചെയ്ത് നല്ലൊരു വീഡിയോ എടുക്കാന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഇത് അടിമറിഞ്ഞു, ഞാൻ കംപ്ലീറ്റ് ഡൗൺ ആയി. അവൾ കരയാണ്. അപ്പോൾ വാട്ടെവർ എന്ത് വരട്ടെ, നമ്മളെ സ്ട്രെങ്ത്, നമ്മളെ മെൻ്റൽ ഹെൽത്ത്, നമ്മളെ ബോഡി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ സ്ട്രെങ്ത് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കുട്ടീനെ നോക്കാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ മനസ്സിൽ ഇപ്പം എനിക്ക്